നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും CPMന്റെ ഇടപെടലുമൊക്കെയായിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിനു ശേഷം സന്നിധാനത്ത് യുവതികളെ കയറ്റാൻ പിണറായി വിജയനും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചതും പിന്നീട് അവസാനം അതിൽ വിജയിച്ചതും നമ്മൾ കണ്ടതാണ്. വനിതാ ആക്ടിവിസ്റ്റുകളെയാണ് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി അവിടെ കയറ്റിയത് സന്നിധാനത്ത്. അതിനുശേഷം ഇതിനെതിരെ സമരം നടത്തിയ, സമാധാനപരമായി നാമജപ ഘോഷയാത്ര വരെ നടത്തിയ ഭക്തരെ കേസെടുപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അന്തം കമ്മികൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് വിശ്വാസികളെയൊക്കെ അന്ന് അവഹേളിച്ചത്. അതിൻ്റെ തിരിച്ചടി കിട്ടുകയും ചെയ്തു. എന്തായാലും അന്ന് തുടങ്ങി പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെയും നാശം. പിന്നീടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വന്നത്. അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വന്നത്. മൂന്നാം തവണ CPMനും പിണറായി വിജയനും അധികാരം പോകുന്നതിൻ്റെ പ്രധാന കാരണവും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLAയും ഒക്കെ ആയിരുന്ന പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ അയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അന്ന് ഉയർന്നിരുന്നെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും മര്യാദയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്കതൊന്നും വിഷയമായില്ല. പക്ഷേ ഇപ്പോൾ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പത്മകുമാർ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്താൻ പോകുന്നു, പുസ്തകത്തിലൂടെ എല്ലാം തുറന്നു പറയാൻ പോകുന്നു എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളും പുറത്തു വന്നത്. യുവതീ പ്രവേശന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ താൻ പുറത്തു പറയുമെന്നും അന്ന് തന്ത്രപരമായി യുവതികളെ പ്രവേശിപ്പിക്കാനായി തന്നെയും അന്നവിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ADGP S ശ്രീജിത്തിനെയും അവിടെ നിന്ന് മാറ്റിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് തന്നെ വിളിപ്പിച്ചു. മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടപ്പോൾ എന്താ വിജയേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിപ്പിച്ചില്ലല്ലോ എന്ന് പറയുകയും പേഴ്സണൽ സ്റ്റാഫാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് പിണറായി വിജയൻ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത്. എന്തായാലും പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വരാനുള്ളത് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പത്മകുമാർ ആദ്യം അറസ്റ്റിലായ സമയത്ത് പറഞ്ഞത് ദൈവതുല്യരായ ആളുകളെ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്കിത് പറ്റിയത് എന്നാണ്. പത്മകുമാറിൻ്റെ ദൈവതുല്യൻ എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നതുകൊണ്ട് ഇപ്പോൾ പത്മകുമാറിന് സസ്പെൻഷനാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയുടെ നടുവിൽ കിടന്ന് നട്ടം തിരികെയാണ് CPM. അതിനിടയിലാണ് പത്മകുമാറിൻ്റെ ഈ പരാമർശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, പുറത്തു വന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അവ തുറന്നു പറയുമെന്നുമൊക്കെയാണ് പത്മകുമാർ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തതോടെയാണ് ഇപ്പോൾ പാർട്ടി സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടികളിലേക്ക് കാര്യങ്ങൾ ചുരുക്കിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPMും സർക്കാരും എടുത്ത പല തീരുമാനങ്ങളുടെയും യഥാർത്ഥ പശ്ചാത്തലം പുറത്തു വന്നാൽ കേരളം ഇതുവരെ കേൾക്കാത്ത വിവരങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന സൂചനയാണ് പത്മകുമാർ മുൻകൂട്ടി നൽകിയിരിക്കുന്നത്. ഇത് വെറും ഒരു അച്ചടക്ക ലംഘന കേസ് മാത്രമല്ല, CPMന്റെ സമീപകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുടെ ഭീഷണിയാണ് ഇപ്പോൾ പത്മകുമാർ നടത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഭീഷണി നേതൃത്വത്തെ ജാഗ്രതയിലാക്കിയോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ പല തീരുമാനങ്ങളുടെയും സാക്ഷിയായിരുന്ന ഒരാളാണ് പത്മകുമാർ. ആ പത്മകുമാർ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ചെറുതാകില്ല എന്ന് CPMന് നന്നായിട്ടറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തി എന്ന നിലയിലും ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞ നേതാവ് എന്ന നിലയിലും പത്മകുമാറിൻ്റെ ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ വിമർശനങ്ങളായി തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം തന്നെ പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം വ്യക്തിപരമായിട്ടുള്ള അസംതൃപ്തിയും അച്ചടക്ക നടപടികളോടുള്ള പ്രതികരണവുമാണ് ഈ പ്രസ്താവനകൾക്ക് പിന്നിലെന്ന നിലപാടിലാണ് ഇപ്പോൾ CPM നേതൃത്വം. എന്തായാലും പത്മകുമാറിനെ CPM ഭയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിച്ചു എന്നുള്ളതും നമുക്ക് അങ്ങനെയും അനുമാനിക്കേണ്ടി വരും. കാരണം സ്വാഭാവിക ജാമ്യം നേടി പ്രതികളെല്ലാം പുറത്താണ്. ഇതുവരെ കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ ഈ പറയുന്നത് പോലെ അന്ന് CPMന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്തായാലും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലോടെ ശബരിമലയിൽ പുറത്ത് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അത് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. എന്തായാലും CPM തന്നെയാണ് ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും CPM-നുള്ള പങ്ക് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് പത്മകുമാർ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത്. പത്മകുമാറിനെ പ്രകോപിപ്പിച്ചാൽ പത്മകുമാർ ഇതെല്ലാം പറയുമെന്നുള്ളൊരു ഒരു ഉറച്ച വിശ്വാസം CPM-നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നടപടി ചുരുക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നടപടിയൊക്കെ ചുരുക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസികളുടെ മനസ്സിൽ CPM-നുള്ള സ്ഥാനം, CPM നേതാക്കൾക്കുള്ള സ്ഥാനം ഒരു കള്ളൻ്റേതു തന്നെയായിരിക്കും.